കൊടും ചൂടിൽ ഇരട്ടി മധുരമാണ് മലയാളികൾ നുണഞ്ഞത്. വേനൽക്കാല സീസണിൽ മലയാളി കഴിച്ചത് 400 കോടിയുടെ ഐസ്ക്രീം. മുൻ വർഷത്തെ അപേക്ഷിച്ച് 30% അധിക വരുമാനവും ഉണ്ടായി. ജനുവരി പാതിയോടെ ചൂട് തുടങ്ങിയതാണ് വിപണിക്ക് ഗുണമായത്. ഇതിനു പുറമെ ഉത്സവ സീസണും വേനൽ അവധിയും തുണയായി. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിൽപ്പന പൊടിപൊടിച്ചു. പലർക്കും ആവശ്യത്തിന് എത്തിച്ചു നൽകാനും കഴിയാതെ വന്നു. ഐസ്ക്രീം പാർലറുകളുടെ എണ്ണവും കൂടി. കുടുംബത്തോടൊപ്പം എത്തി ഐസ്ക്രീം കഴിക്കുന്ന സംസ്കാരം വ്യാപകമായതും വിപണിക്ക് ഊർജമായി. ഫാമിലി പാക്കുകളുടെ അളവും ഇക്കുറി കമ്പനികൾ കൂട്ടിയിരുന്നു. 18% GST 5% തുണയായി. വില കുറഞ്ഞത് വിൽപ്പനയിൽ പ്രതിഫലിച്ചു. എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം ഐസ്ക്രീം വ്യവസായത്തെയും ബാധിച്ചിരുന്നു. സാഹചര്യം മറിച്ചായിരുന്നെങ്കിൽ വിറ്റുവരവ് 500 കോടി തൊട്ടേനെയെന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. മാർച്ച് ആദ്യവാരമായിരുന്നു യുദ്ധമെങ്കിലും വിപണിയിൽ പ്രതിഫലിച്ചത് ഒരു മാസത്തിന് ശേഷമാണ്. പാചകവാതക പ്രതിസന്ധി കോൺ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തെ ബാധിച്ചു. വിപണിയിലേക്ക് ആവശ്യമുള്ള അത്രയും എത്തിക്കാൻ കമ്പനികൾക്ക് കഴിഞ്ഞില്ല. പാക്കിംഗ് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. പേപ്പർ ഫോയിൽ, പ്ലാസ്റ്റിക് കപ്പ് എന്നിവയുടെ നിർമ്മാണ ചെലവും വർദ്ധിച്ചു. ഈസ്റ്ററിന് ശേഷം വിവാഹ സീസൺ സജീവമായതോടെ ആവശ്യത്തിനനുസരിച്ച് ഐസ്ക്രീം എത്തിക്കാനും കഴിഞ്ഞില്ല. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.